ഇന്ന് എന്റെ അമ്മ വന്നായിരുന്നു. അമ്മ ലച്ചുകുട്ടിക്ക് ആവശ്യത്തിനും ഉടുപ്പൊക്കെ എടുത്തോണ്ട് വന്നേക്കുമായിരുന്നു കേട്ടോ. ഇത് സൈസ് എത്ര വരെ വരുന്നേ? പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കൂട്ടില്ല. യെസ്, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഒരാൾ അവിടെ സുഖമായിട്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരാൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റാണ്. ഞങ്ങളൊന്ന് പറ്റിച്ചിട്ട് പോയിട്ട് വന്നാണ് കേട്ടോ. ഞാൻ ആരാ മോനെ പറ്റിച്ചേ? ഞാൻ നൈസായിട്ട് ഇവിടെ കിടന്നു. നമുക്ക് കടയിലോട്ട് ഓടി പോടായിരുന്നു. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഒരാൾ വരുമായിരുന്നു. അപ്പം അന്നേരം ഇവിടെ കിടന്ന് നൈസായിട്ട് ഞാൻ കൂടെ കിടക്കുന്ന പോലെ ഉറങ്ങി അഭിനയിച്ച് ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എണീറ്റ് ഒറ്റ വീരുമില്ല കേട്ടോ. അപ്പം എന്നാ കുറെ വിശേഷങ്ങളുണ്ട് ഇന്ന് പറയാൻ വേണ്ടിട്ട്. ഇന്ന് എന്റെ അമ്മ വന്നായിരുന്നു. എനിക്ക് ഒരുപാട് അമ്മമാരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന. ഒരുപാട് എന്നെ സ്വന്തം മോനായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും. ലേഖാമ്മ. ആരാ വന്നേ? ലേഖാമ്മ. മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചോളാനൊക്കെ പറഞ്ഞിട്ട് പാക്ക് ചെയ്തോ? വായില്ല. എന്റെ മോനെ എന്തുവാ എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ലേഖാമ വന്നിട്ടുണ്ടായിരുന്നു. ലേഖാമ നേരെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് എന്തായാലും ഓടി വരും നമ്മളെ കാണാനും കൂടെ വരും കേട്ടോ. ലച്ചുകുട്ടിക്ക് ആവശ്യത്തിനും ഉടുപ്പൊക്കെ എടുത്തോണ്ട് വന്നേക്കുമായിരുന്നു കേട്ടോ. അതെ, ആയിട്ട് കാണിക്കാം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം കുറെ അമ്മമാരുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് അമ്മമാരുണ്ട്. ഈ യൂട്യൂബിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അതായത് സ്വന്തം മോനെ പോലെ നോക്കുന്ന, എന്നെ അതേപോലെ കെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് സന്തോഷം. അമ്മ വന്നിട്ട് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. അപ്പൊ എന്തായാലും ഇന്ന് പിന്നെ അമ്മ പിന്നെ അങ്ങ് പോയി. ഉച്ചയ്ക്കായി പോയി. കുമാരിയമ്മ നല്ല പനിയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കൊണ്ട് രാത്രിയിലൊക്കെ കാണിച്ചു, ട്രിപ്പൊക്കെ ഇട്ടു. അതൊക്കെ ഇങ്ങനെ കിടക്കുന്നു. കുഞ്ചൂസിന്റെ പനി തന്നെയാണ് കിട്ടിയേക്കുന്നത്. വൈറൽ ഫീവർ ആണ് കിട്ടിയേക്കുന്നത്. എനിക്ക് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. രാവിലെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് മാക്സിമം തരാൻ വേണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എന്താ ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ ബിസിനസിന്റെ കാര്യം. കുഞ്ചൂസ് പറയട്ടെ കേട്ടോ. പറഞ്ഞു. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ വൈകിട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇത്രയും ഇത് ചെയ്യുന്നു വിചാരിച്ചില്ല. കാരണം എൻ്റെ ബിസിനസ് നമ്പറിൽ നമ്മളൊരു പുതിയ നമ്പർ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ വേറെ നമ്പർ ആട്ടോ ഇനി ഇതിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ഇനി ഓർഡേഴ്സ് എടുക്കുന്ന വേറെ നമ്പർ വഴിയായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നലെ എൻ്റെ മറ്റേൻ്റെ ബിസിനസ് നമ്പറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അതുപോലെ എൻക്വയറി ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അത്രയും സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ആദ്യത്തെ മെസ്സേജ് വന്നു. ആദ്യത്തെ മെസ്സേജ് ഇപ്പോൾ ഞാൻ ഇട്ടുപോയി. സാധനം വന്നിട്ട് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക ഫോട്ടോ ഇട്, റേറ്റ് ഇട്. ഞാൻ ഇട്ട് കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തെല്ലാം ഇട്ട് കൊടുത്തു. അതിൽ തന്നെ അതിൻ്റെ പുറകെ വേറെ ചേച്ചിട്ടു. അതിൻ്റെ പുറകെ ആ ഒരു ടൈമിൽ കുറേ പേര് അടുപ്പിച്ചിട്ടു. അപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷം തോന്നി. അവരെ ഞാൻ പേര് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ, സെക്കൻഡ്, അങ്ങനെയാണ് ഇന്നലെ തന്നെ സേവ് ചെയ്തത്. എനിക്ക് അത്രയും സന്തോഷം തോന്നി. അതെനിക്ക് എത്ര പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. കാരണം നമ്മൾ ആ രീതിക്കാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ബിസിനസ്സും ആരെയാണെങ്കിൽ തന്നെ എന്നല്ല, ഒരു ചെറിയ ബിസിനസ് വലിയ ബിസിനസ് ഒന്നുമില്ല. അത്ര കഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷം തോന്നി. ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്തു. നമ്മുടെ ഇൻസ്റ്റയിലെ പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ പറയാമേ. നമുക്ക് ആമിച്ചിന്റെ പേരിട്ട പോലെ നിങ്ങൾ തന്നെ പറഞ്ഞൊരു പേരാണ് പെട്ടെന്ന് നമുക്ക് തോന്നിയത്. അത് നമ്മുടെ ഈ ഒരു പരിപാടി, അതായത് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ കയ്യിലുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പൈസ കൂട്ടിയാണ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കണം. ഒരു പൈസ എപ്പോഴും നമ്മൾ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളത് വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ പെരുപ്പിക്കണം. കുറേശ്ശാണല്ലോ, അത് പെട്ടെന്നല്ല, കുറേശ്ശെ നമുക്ക് പെരുപ്പിക്കാനായിട്ട് പറ്റണം. ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത്. അപ്പൊ അതൊരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് വീട് പണിയുക. ഏറ്റവും നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ലക്ഷ്യം അതാണ്. നമുക്ക് 2 ഷോപ്പ് കൊണ്ട് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാം. അതായത് നമ്മുടെ ചെലവുകളെല്ലാം
അതേപോലെ കടയുടെ ചെലവുകളെല്ലാം സ്റ്റാഫിനുള്ളത്, അങ്ങനെ പിന്നെ ലോണുകൾ കാര്യങ്ങൾ ഇതെല്ലാം അടഞ്ഞു പോകും 2 ഷോപ്പ് വെച്ച്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്ഥലം മേടിച്ചിട്ടോന്നാണ് അത്ര ഇതായി പോയത്. അപ്പം വീടിന് വേണ്ടി ഉടനെ ഒന്നും അങ്ങനെ നടക്കില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട് ഇതിന് മുന്നിൽ. അതുകൊണ്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്ത നെയിം ലക്ഷ്യ ബൈ സുകന്യ അമൽ. ലക്ഷ്യ ബൈ സുകന്യ അമൽ എന്നാണ്. ഞാൻ ചുമ്മാ എന്റെ ഒരു ഇതിനകത്ത് ഞാൻ ചുമ്മാ ഒരു എംബ്ലം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്ര ഭംഗിയൊന്നും ഇല്ല സത്യം പറഞ്ഞാല്. ലോഗോ ഒക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുത്തായിരുന്നു. ഈ ലക്ഷ്യ എന്നുള്ള പേര് ഫസ്റ്റ് ഞാൻ അച്ഛനോട് കൂടെ പറഞ്ഞു. നമ്മള് ഒത്തിരി കമന്റ്സ് നോക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കമന്റ് വന്നു. അപ്പൊ അത് ലക്ഷ്യ എന്നാണ്. അപ്പം ലക്ഷ്യ എന്നാണ്. അപ്പം oh my god. നീ ഇപ്പൊ ഇത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് ഇവള് ഇത് കമന്റ് കണ്ടിട്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ ഇവള് പറയുന്നത് എനിക്ക് ഇത് നേരത്തെ ഇങ്ങനെ ഒരു പേര് എന്റെ മനസ്സിലുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ലക്ഷ്മി സ്റ്റോറിൽ മുന്നേ കുറെ പേരുകൾ നോക്കിയ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേര്. എന്തായാലും അതാ നമ്മുടെ ഫാമിലി മെമ്പർ തന്നെ ഇട്ടതായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ പേര് അല്ല, അത് നമ്മൾ ഇട്ടേക്കാം, സൈഡിൽ ഇട്ടേക്കാം. ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോ മനസ്സിൽ ആഗ്രഹിച്ച ആ സമയം കൊണ്ട് ഇവിടെ ആഗ്രഹിച്ച ഒരു പേര് 2 മിനിറ്റിനുള്ളിൽ അത് പേര് വന്നെങ്കിലും അത് വലിയൊരു സന്തോഷം. അതെ അതെ. പിന്നെ കുറെ പേരുകൾ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാരും പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് ഒത്തിരി പേര് നല്ല പേരുകൾ, ഒത്തിരി പേര്, ലാസ്, ലാമി, ഒത്തിരി അങ്ങനെ കുറെ പേരുകൾ ഉണ്ടായിരുന്നു. എല്ലാം നല്ല പേരുകളായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യൂടെ ഉള്ളതുകൊണ്ട് ലക്ഷ്യ അതിനകത്ത് ലക്ഷ്മിയുടെ LAK ഉണ്ട്, ആയുഷിയുടെ ഇതുമുണ്ട്. അതുകൊണ്ടാണ് ലക്ഷ്യ. അത് 2 കൂടെ ജോയിൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നെയിം എന്ന് നമ്മൾ 2 പേരും ആലോചിച്ചപ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ആയി. അതിന് പറ്റിയൊരു ലോഗോ. രാത്രി നല്ല താമസിച്ചു കേട്ടോ. എനിക്ക് കണ്ണിന് ഒത്തിരി ഞാൻ താമസിച്ച് ഉറങ്ങുമ്പോൾ എനിക്ക് കണ്ണിന് ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നലെ എന്നെ കുത്തിപ്പിടിച്ചിരുന്ന് രാവിലെ 4 മണി അമ്മേനെ രാത്രി ഒത്തിരി താമസിച്ചിട്ടാണ് ആശുപത്രി പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. അതിനുശേഷം ഇവൾ എന്നെ കൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കണം, ലോഗോ ഇന്ന് തന്നെ ഉണ്ടാക്കണം, എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് എന്റെ ഒരു എന്താന്ന് വെച്ചാൽ നാളെ ചെയ്യാം. ഇവർക്ക് ആ മനുഷ്യൻ ഉറങ്ങണ്ടേ. അല്ല, ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്ത് തീർത്ത് എന്നിട്ട് എനിക്ക് ഇരിക്കാം. അത് എല്ലാ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഇരിക്കണം. എനിക്കൊരു ഭയങ്കര അതിലൊരു ഭയങ്കര ആശയം. അതുകൊണ്ട് അതാണ് നല്ലത്. പക്ഷെ എനിക്കപ്പോ ഉറങ്ങണമായിരുന്നു, ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ 100% സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാ ആണുങ്ങളുടെ പിന്നിലും, എല്ലാ ആണുങ്ങളുടെ സക്സസിന് പിന്നിലും ഒരു പെണ്ണ് ഉണ്ടെന്നുള്ള സത്യമാണ്. അതേപോലെ എല്ലാ പെണ്ണുങ്ങളുടെ പിന്നിലും ഒരു ആണും ഉണ്ട്. അതാണ് കാരണം ഒറ്റയ്ക്ക് ഒന്നും ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഈ ലോകത്ത്. ചെയ്യുന്നവരുണ്ട്, ഉണ്ട്. അപ്പോഴും സപ്പോർട്ടിന് ആൾക്കാർ കാണും. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ. അപ്പൊ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ കാണും, അമ്മയുടെ അച്ഛന്റെ സപ്പോർട്ട് കാണും. എന്ത് കാര്യമാണേലും ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യം ഒരിക്കലും വളരത്തില്ല. മനുഷ്യൻ അതാണ്, ഒരു സോഷ്യൽ ജീവിയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നടക്കത്തുള്ളൂ മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ലക്ഷ്യ കേട്ടോ, ലക്ഷ്യ എന്നാണ് പേര്. ആ പേരിട്ട ആളുടെ പേരും ഇതിട്ടേക്കാം. നമുക്ക് ഒരു മെസ്സേജ് ഇട്ടേക്കണം. ഒത്തിരി വലിയ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല, എങ്കിലും നമ്മുടെ സന്തോഷത്തിന് ഒരു ഗിഫ്റ്റ് എന്തായാലും അയച്ചു തരും കേട്ടോ. ലക്ഷ്യ ബൈ സുകന്യാമൽ എന്നാണ് ഇൻസ്റ്റയില് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇൻസ്റ്റ ഇല്ലാത്തവർക്ക് ആണ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്നത്. ഇൻസ്റ്റയിൽ കൂടെ തന്നെ ഓർഡർ എടുക്കണമെന്നില്ല, വാട്സ്ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം കേട്ടോ. ഇൻസ്റ്റ ഇൻ കേസ് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ 2 ഇതുവഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കാൻ. അപ്പൊ ആദ്യം നമുക്ക് ഐറ്റംസ് ഒക്കെ വന്നു, കുറച്ച് സാധനങ്ങൾ വന്നു. കുറച്ച് സാധനങ്ങൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ വരും. അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും കളക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും, പുതിയ വെറൈറ്റി വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം 3XL ഒക്കെ നമ്മൾ വേറെ കമ്പനികൾ അന്വേഷിക്കുന്നുണ്ട്. അതെ. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ഉള്ളത് എക്സ്ട്രാ സ്മോൾ തൊട്ട് XL വരെയാണ് കേട്ടോ. XL XXL ഉണ്ടോ? XXL വരെയാണ് സൈസ് വരുന്നത്. എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL വരെയാണ് സൈസ്. അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഓൺലൈൻ്റെ ഒക്കെ ഒന്ന് കാണിക്കല്ലേ? എന്ത് പറയുന്നത്? അല്ല, ഞാൻ പറയാൻ വരുന്നത് നല്ല അടിപൊളി സാധനമാണുള്ളത്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്നത് ആവാസാനാണ് കേട്ടോ. അപ്പം അത് തന്നെയല്ല, നമ്മളിപ്പോ ഒരു ബിസിനസ്സോട് ഇറക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഇതില്ലേ, എന്റെ കയ്യിൽ സാധനം കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം
നല്ല ബെറ്റർ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ അതിൽ തന്നെ ഇറങ്ങാൻ പറ്റി. അപ്പം അതിനിപ്പുറം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാൻ നോക്കുക. കാരണം നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ എല്ലാത്തിനും. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ആദ്യം മെസ്സേജ് ഇടുന്ന ആൾക്കായിരിക്കും. അപ്പൊ ഒരാൾ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കില്ല, നമ്മൾ ഉടനെ അത് എത്തിക്കും കേട്ടോ. കാരണം അത് അന്വേഷിച്ചിട്ട് നമ്മൾ എത്തിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് നമ്മളത് ഫ്രീ ഷിപ്പിംഗ് ആണ്. കാരണം ഫ്രീ ഷിപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചെറിയ അതായത് നമ്മൾ ഷോപ്പ് റെന്റൊന്നും എടുത്തിട്ടല്ലല്ലോ, നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് പ്രോഫിറ്റോ കാര്യങ്ങളോ വലിയ രീതിയിലില്ല. നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഷിപ്പിംഗ് ചാർജ് പോകുമ്പോഴത്തേക്കും ഓരോ പിൻകോഡ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ 100 കസ്റ്റമേഴ്സ് നമ്മൾ ഈ റേറ്റിൽ നിന്ന് ഇത് തന്നെ ഈ റേറ്റിലാണ് തരുന്നത്. അപ്പം ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് നമ്മൾ ഫ്രീ ഹോം ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അത് കേരളത്തിലെവിടെ, പുറത്തോട്ടല്ല, കേരളത്തിലെവിടെ ഫ്രീ ഹോം ഡെലിവറി ചെയ്തു തരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയറിലാണ്. പുറത്തോട്ടാണെങ്കിലും ഫ്രീ ഹോം ഡെലിവറി ഇല്ല കേട്ടോ. ഹോം ഡെലിവറി ഉണ്ടായിരിക്കും, പക്ഷെ ചെറിയ ചാർജ് വരും അതിന് പുറത്തോട്ടാണെങ്കിലും, കേരളത്തിന് പുറത്തോട്ടാണെങ്കിലും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടും. പിന്നെ നിങ്ങൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ഈ കുർത്തീസിന്റെ അതേപോലെ ആമീസുകളിന്റെ നമ്മുടെ മറ്റേണിറ്റി എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇനി തൊട്ട് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥിരം അങ്ങ് കണ്ടിന്യൂ ആയി പോയില്ലായിരുന്നു. അപ്പൊ ഇനി അത് കണ്ടിന്യൂ ചെയ്യണം. അതിനൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇനി മുന്നോട്ട് അത് കണ്ടിന്യൂ ചെയ്യും. അത് നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള വി ആർ ലവ് 2.0 എന്ന് പറയുന്ന ചാനലിൽ ഇനി ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരു ഇടയ്ക്ക് നമ്മൾ ഇട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ആക്കി പോയായിരുന്നു. പക്ഷെ ഇനി അത് മുന്നോട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കുർത്തീസ്, ടോയ്സ്, അതേപോലെ മറ്റേണിറ്റി എല്ലാം കംപ്ലീറ്റ് അതിനകത്ത് അപ്ഡേഷൻസ് ഓരോ വീക്കിലും പുതിയ വരുന്ന അപ്ഡേഷൻസ് അതിനകത്തായിരിക്കും. ആ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും. പക്ഷേ യൂട്യൂബിൽ വരാൻ പോകും. ഇൻസ്റ്റയില് നമുക്ക് ലക്ഷ്യ ബൈ സുകന്യം എന്ന് പറഞ്ഞ പേജിൽ നിന്ന് തന്നെ ആയിരിക്കും ഇൻസ്റ്റയിലെ ഫോട്ടോസും വീഡിയോസും വരാൻ പോകും. അതെ. അപ്പം അതേപോലെ ഫേസ്ബുക്കിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം യൂട്യൂബിൽ നമ്മൾ അങ്ങനെ ഒന്നും അങ്ങനെ ഇടാന്ന് വിചാരിച്ചത് ഇൻസ്റ്റ യൂസ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് യൂട്യൂബിലൂടെ ഇടണമെന്ന് പറഞ്ഞു. അതെ. ഓക്കെ. അപ്പം ആ കാര്യങ്ങളോട്ട് പോകാം കേട്ടോ. എന്റെ പല്ല് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഓടിപ്പോയി കേട്ടോ. എന്നെ ഇന്ന് ഡെന്റൽ ക്ലിനിക്കിൽ നിന്ന് രാവിലെ വിളിച്ചത് ഞാൻ അത് മറന്നുപോയായിരുന്നു കേട്ടോ. പല്ലേ പോയി കമ്പി പൊറുക്കിയിട്ട് ഞാൻ വന്നാണ് ഓടി. ഒരാള് ഇവിടെ ഉണ്ടായിരുന്നു, ഒരാള് അപ്പുറത്തുണ്ടായിരുന്നു. മോനെ അമ്മയുടെ പുതിയ പറഞ്ഞു കൊടുത്ത ലക്ഷ്യാന്നാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, എല്ലാരും സ്നേഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണോന്നൊക്കെ പറ. പ്രാർത്ഥിക്കണം. ലക്ഷ്യൂടം പറഞ്ഞേ പ്രാർത്ഥിക്കണോന്ന്. ആരോടാ പ്രാർത്ഥിക്കണ്ടേ? നാരായണ. ഉടുപ്പ് കാണിച്ചാൽ ആദ്യം ഇവരുടെ ഉടുപ്പ് ആദ്യം കാണിച്ചിട്ട് നമുക്ക് ബാക്കിയുണ്ട്. ഉടുപ്പ് കാണിച്ചു തരാം. ഉടുപ്പ് നിങ്ങള് കണ്ടല്ലോ, രണ്ടുപേരെ സെയിം ആണ് കേട്ടോ. സെയിം ടോപ്പ്. പക്ഷെ ലച്ചുവേട്ടന് നിക്കറും ടോപ്പും രണ്ടുപേർക്ക് സെയിം കേട്ടോ. നല്ല രസമാണ്. വേണ്ട കണ്ട ഇതാ താമിന്നാണോ എഴുതിയേക്കുന്നത്? സ്മൈലിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. താങ്ക് യു സോ മച്ച് അമ്മേ. ഇത് ഇട്ട് കാണിക്കാം കേട്ടോ. ഇപ്പൊ ഇടാൻ പറ്റിയ പരുവത്തിലല്ല രണ്ടുപേരിക്കുന്നത്. രണ്ടും ഇത്തിരി ദേഷ്യത്തിലാണ്. ആഴ്ച കുഴപ്പമില്ല. ലക്ഷ്മിക്ക് പനിയുടേതായിട്ടുള്ള കുറച്ച് ഇറിറ്റേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് പല്ലിയിൽ കമ്പിയൊക്കെ മുറുക്കിയിട്ട് വന്നാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കും ഇവൻ എന്തുകൊണ്ട് പല്ലിയിലെ കമ്പി ഊരുന്നില്ല എന്ന്. 2.5 വർഷമായി പല്ലി കമ്പി ഇട്ടിട്ട് കറക്റ്റ് സമയത്ത് പോകാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഏകദേശം എല്ലാം അടുത്തിട്ടതാണ്. ഇവിടെ അടുത്തിടെ ഇച്ചിരി ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്യാപ്പെല്ലാം നല്ലപോലെ അടുത്ത് കേട്ടോ. 4 പല്ല് എടുത്തതിന്റെയും ഗ്യാപ്പ് എടുത്തു. നേരത്തെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതും എടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ചൂസിന്റെ ഡ്രസ് കളക്ഷൻസ് കാര്യങ്ങൾ കാണിക്കാം. കുഞ്ചൂസിന്റെ എല്ലാം നിങ്ങൾക്കുള്ള കളക്ഷനാണ്, അത് കാണിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നും ജസ്റ്റ് ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് അയച്ചാൽ മതി. നമ്പർ പറഞ്ഞേക്കാം 89 21 71 27 46 കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ഒന്ന് എഴുതി കൂടി ഇട്ടേക്കാം. കാരണം എൻ്റെ സിം അല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ. അതാണ് നമ്മുടെ കുർത്തീസിന്റെ
ഒഫീഷ്യൽ നമ്പർ കേട്ടോ. ആ ഒരു വാട്സപ്പിലൂടെ മാത്രമായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത്. വെബ്സൈറ്റ് തുടങ്ങുന്നോടം വരെ ആ ഒരു ഇതിനകത്തൂടെ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ ഇനി പഴയ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, ഇന്നലെ ഇട്ട വീഡിയോ, അതിനകത്ത് നമ്മൾ വേറെ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ബിസിനസ് നമ്പർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കളക്ഷൻസ് ഒന്ന് ഓടിച്ച് കാണിച്ചു പോകാം കേട്ടോ. അല്ലെ, കളക്ഷൻസ് കാണിക്കുക. ഇന്നലെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഇട്ട് കാണിച്ചിട്ടുള്ളായിരുന്നു, അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോ. എന്നിട്ടും ആ ഫോട്ടോയ്ക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് ഒത്തിരി ചേച്ചിമാരുണ്ട്. അതെ അതെ. ഞാൻ ഫസ്റ്റ് വണ് കാണിക്കാം. ഫസ്റ്റ് വണ് നിങ്ങൾ എന്നെ ഒരു ദിവസം ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ഈ സെയിം. പക്ഷെ ഇത് ഞാൻ അന്ന് എൻ്റെ ഇതിന്റെ സെയിം ഉണ്ട്, എനിക്ക് ഇതിന്റെ സ്മോളുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഞാൻ വെച്ച് കാണിക്കാം നേരെ. ഇത് വരുന്ന ഒരു നല്ലൊരു സിൽക്കി ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പലരും മെറ്റീരിയൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇത് സിയാലി എന്ന് പറഞ്ഞിട്ടൊരു ഇതിന്റെയാണ് കേട്ടോ. പക്ഷെ ആവാസിയുടെ തന്നെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്, പുതിയ ഒരെണ്ണം വരുന്നതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഒരെണ്ണമാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര കംഫർട്ട് ഇട്ട് ഇതുപോലെ വർക്ക് നല്ല സിമ്പിൾ വർക്കാണ്. അതേപോലെ എന്ത് ഫംഗ്ഷൻ എനിക്ക് ഇതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് ഇത് കേട്ടോ. ഇതിന്റെ സൈസ് വരുന്നത് 599 ആണ് പ്രൈസ് വരുന്നത്. ഇത് മീഡിയം സൈസ് ആണ് കുഞ്ചൂസ് ഇപ്പൊ വെച്ചേക്കുന്നത്. കുഞ്ചൂസിന് എക്സ്ട്രാ സ്മോൾ മതിയല്ലോ. ഇത് സൈസ് എത്ര വരെ വരുന്നത്? ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ സൈസ് വരുന്നത്. അതെ അതെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 599 ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് 599 ആണ് കേട്ടോ. 599 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. അടുത്ത ഒരെണ്ണം കാണിക്കട്ടെ. നല്ല ഒരു കളറാണേ, നല്ലൊരു ഒനിയൻ പിങ്ക് കളർ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. നല്ല രസമാണ്. സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് എന്താ ഇനി പറയാ, ഈ ഒരു എലിഗന്റ് എന്നൊക്കെ പറയാം കേട്ടോ. എല്ലാ ആവാസങ്ങളും നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും. സെയിം നമുക്ക് എവിടെ ഷോപ്പിംഗ് കിട്ടുന്നോ അത് തന്നെ സെയിം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് വരുന്നത് 699 ആണ്. ഡബിൾ എക്സൽ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നത് അതായത് കുമാരിയമ്മയുടെ ഒക്കെ ഒരു സൈസ്. അതെ, അമ്മയ്ക്ക് സൈസ് ആണ് ഡബിൾ എക്സൽ. 699 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അതെ. അടുത്തത് ഏകദേശം നമ്മൾ ഈ ഒരു കളേഴ്സ് ഒക്കെയാണ് എടുത്തേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ആൾക്കാർ എങ്ങനെ വേണം കളേഴ്സ് എന്നൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ ഒരു കുറച്ചുകൂടെ ലൈറ്റ് കളർ, നല്ല തിളങ്ങി നിൽക്കാവുന്ന കളേഴ്സ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് എല്ലാവർക്കും ചേരുന്ന, അതായത് ഏത് കളറിനും ചേരുന്ന, ഏത് ലെഗിൻസിന്റെ കൂടെ പോകുന്ന അങ്ങനെയാണ് നമ്മൾ നോക്കിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവളുടെ കൂടെ നടന്ന് ഞാനും അത് പർച്ചേസ് അമ്മയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വർക്കാണ് കേട്ടോ. നല്ല ഇതുപോലെ നല്ല സാരി ഒക്കെ ഉണ്ട്, നല്ല ഗോൾഡും. അതെ അതെ, നല്ല രസമുണ്ട്. ഇറക്കം നിങ്ങൾ ഇറക്കോടെ നോക്കണം കേട്ടോ. കുട്ടീന്റെ സെയിം എല്ലാ കുട്ടീന്റെ നമുക്ക് നല്ല മുട്ടിന് താഴോട്ട് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ. സ്ലിറ്റും വന്നേക്കുന്നത് എല്ലാം കറക്റ്റ് ആണ് വന്നേക്കുന്നത്. ഈ സൈസ് ഇത് എക്സൽ ആണ്. 599 ആണ് കേട്ടോ. ഇതില് അതില് കറക്റ്റ് കളർ തന്നെയാണല്ലോ. അതെ അതെ, കറക്റ്റ് കളറാണ് കേട്ടോ. അടുത്തത് നമ്മുടെ 599 തന്നെയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ്. ഈ ഫോണിൽ കാണുമ്പോൾ ചിലപ്പോ ഒരു കളർ വ്യത്യാസം കാണും, പക്ഷെ ഇല്ല, ഒരു ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. നല്ലൊരു ഗ്രീൻ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. നല്ല ഒരു വർക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ആവാസ് തന്നെയാണ്. പ്രൈസ് 599 കേട്ടോ. അതെ അതെ. അപ്പൊ നിങ്ങൾ ഇനി പുറത്ത് പോയി അലഞ്ഞു തിരിഞ്ഞൊന്നും മേടിക്കണ്ട. ഹോം ഡെലിവറി വീട്ടിൽ നമ്മൾ എത്തിച്ചേരും കേട്ടോ. കയ്യിൽ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ വർക്ക്. അതെ അതെ, ആ സെയിം വർക്ക് തന്നെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഞാൻ കുഞ്ചൂസ് ഇങ്ങനെ ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ വർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോവില്ലേന്ന്. പക്ഷെ ഇത് കണ്ടോ, ഇപ്പൊ ഇട്ടേക്കുന്ന കണ്ടോ, അതിലുള്ള വർക്കുകൾ കണ്ടോ. അതായത് ഇതിലുള്ള വർക്ക് ത്രെഡ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് മറ്റേ പ്രിന്റ് വരുന്നില്ല. പിന്നെ ചിലതിനകത്ത് ഇങ്ങനെ പ്രിന്റ്സ് വരുന്നുണ്ട്. അത് നമ്മൾ നമ്മൾ ഓവറായിട്ട് എടുത്ത് വെക്കത്തില്ല. പക്ഷെ നല്ല കളക്ഷൻസ് ആണ് നമ്മൾ എടുക്കും. പക്ഷെ അതാണെങ്കിലും കഴുകേണ്ട വാഷ് ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതിക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട്. ഇത് പക്ഷേ നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുന്ന കേട്ടോ. എന്റെ എല്ലാ സാധനവും വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുന്ന ഇത് ഇപ്പൊ എത്ര നാളായതാണെന്നറിയാം ഇവളിപ്പോ ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഒരു വിഷയവും ഇല്ല. അപ്പൊ ഇനി അടുത്ത കാണിക്കാം. അങ്ങനെ അവസാനത്തെ ഇത് 5ാമത്തെ കേട്ടോ. ഇനി വരുന്നുണ്ട്, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ വരും. അപ്പൊ
അപ്പൊ അടുത്ത കളർ വേണ്ട ഇതാണ് നമുക്ക് ഏകദേശം ഇതൊരു കുങ്കും മെറൂൺ കറക്റ്റ് മെറൂൺ കറക്റ്റ് മെറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും കറക്റ്റ് മെറൂൺ കേട്ടോ കളറ്. നല്ല കുങ്കുമ റെഡ്. ഇത് 499 ഉള്ളൂ. 499. അതെ അതെ അതെ. ഇതുണ്ടോ നല്ല രസമായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ. നല്ല രസമുണ്ട്. അല്ല നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, കുഞ്ചൂസിനും ചേരുന്നുണ്ട്. മിക്കവാറും കടവഴി നല്ല രസമുണ്ട്. അപ്പൊ ഇപ്പൊ നിലവില് ഇത്രയാണ് നമ്മുടെ ഇപ്പൊ കയ്യിലുള്ളത്. 2 ദിവസത്തിനുള്ളിൽ വരും. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ വേറൊരു ഇത് വരും. നമ്മള് അതിന്റെ എല്ലാ ഫോട്ടോസ് ഞാൻ എൻക്വയറി ചെയ്യുന്ന എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അവരെല്ലാരും ഇപ്പോഴും എനിക്ക് മെസ്സേജ് കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ റിപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെല്ലാം എൻക്വയറി വന്നത് ഇതിന്റെ എല്ലാം ഫോട്ടോസ് ഇട്ട് കൊടുക്കണം, വീഡിയോ ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ലെങ്ത് അറിയാൻ പറ്റുന്നില്ല. ലെങ്ത് മടങ്ങിയിരിക്കുമ്പോ എന്താ പറയുക, അപ്പൊ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്നത്. മുട്ടിന് താഴെ എന്തായാലും വരും കേട്ടോ. മുട്ടിന് താഴെ എന്റെ മുട്ട് തന്നെ ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് സൈസ് മീഡിയം ആണ്. മീഡിയം സൈസ് ആണ്. മുഞ്ചിന് മീഡിയം വേണ്ട കേട്ടോ. മീഡിയം അത്യാവശ്യം ഒരു സൈസ് ഉള്ളവർക്ക് പറ്റും അല്ലേ, മീഡിയം. അങ്ങനെ കേട്ടോ. ഇത്രയാണ് ഐറ്റംസ് ഇപ്പം നിലവിൽ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഗ്രാജുവലി നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മളിത് കുറച്ച് നമ്മൾ എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, അതുപോലെ നമ്മൾ കുറച്ച് ഫ്ലെയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇറക്കും. അതായത് കുർത്തിയൊക്കെ ഇറക്കും. ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. കുറച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതാകണം. അപ്പം ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ഉടനെ ഇറങ്ങും. പുതിയ കളക്ഷൻസ് കൂടി വരും. പക്ഷെ എനിക്ക് ഇത്രയും കളക്ഷൻസ് എടുത്തതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് മെയിൻ. ഇപ്പം ഞാൻ എന്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം എനിക്ക് തോന്നുമ്പോ എല്ലാവർക്കും കളേഴ്സിന്റെ ഒത്തിരി ഡാർക്ക് കളേഴ്സിലോട്ട് പോവാതെ നല്ല ക്വാളിറ്റിയാണ് മസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. കളേഴ്സിന് ഉപരി ഞാൻ ക്വാളിറ്റി ഉള്ളത്, അതുപോലെ തന്നെ പോവാത്തതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ളതാണ് എല്ലാം ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ 499 ആണ് സ്റ്റാർട്ടിങ്. 499, 599, 699 വരെ ഉള്ളൂ നമ്മുടെ ഇനി വരുന്നോണ്ടിരിക്കുന്ന 799 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ എല്ലാം. അതൊക്കെ ഒത്തിരി ക്വാളിറ്റി, കുറച്ച് നല്ല മെറ്റീരിയൽ, നല്ല കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത്. പലതും പല മെറ്റീരിയൽസ് ആണ്. കോട്ടൺ ആണ്, എല്ലാം പ്യുവർ കോട്ടൺ തന്നെയാണ് വരുന്നത്. പിന്നെ സിൽക്കിൽ വരുന്നതുണ്ട്, കോട്ടൺ സിൽക്കിൽ വരുന്നതുണ്ട്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ചോളുക. പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും. പിന്നെ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്കിപ്പോൾ അതുപോലെ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി ചേച്ചിമാര് മെസ്സേജ് അയച്ചു. ഒത്തിരി സന്തോഷം. കസിൻസ് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അനിയത്തിമാർക്ക് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിലും എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് എല്ലാ ഫോട്ടോസും. ഭയങ്കര സന്തോഷം. അത് ഭയങ്കര സപ്പോർട്ടല്ലേ. അതിലെല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ ബിസിനസ് വളർത്തിയെടുത്ത് വലിയൊരു പ്രസ്ഥാനമാക്കി എടുക്കാം. അവർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. സ്റ്റാഫ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ജോലി കൊടുക്കാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ കൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രയുമാണ്. ഇത് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ട് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. കുറച്ചുകൂടെ എല്ലാവരോടും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. ഇത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പുതിയൊരു നമ്മുടെ ഓൺലൈൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയൊരു ബിസിനസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ദൈവാനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മുന്നോട്ട് ഇങ്ങനെ പോകും. നമുക്ക് പിന്നെ വരാൻ പോകുന്ന മോഡൽസിൻ്റെ കൂടെ ഫോട്ടോ ഞാൻ സൈഡിൽ ഇട്ടേക്കാം. കാരണം അതും വരുമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇട്ടേക്കുന്ന പോലെ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വരും കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ 100 കസ്റ്റമേഴ്സ് വരെ നമ്മളത് വീഡിയോ എടുത്ത് വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നൂലേ, അപ്പം 100ാമത്തെ ആണോ 100ാമത്തെ അതെ അങ്ങനെ ഡൗട്ട് തോന്നുന്നത് നമ്മൾ വീഡിയോ എന്തായാലും എടുത്ത് വെക്കും. ഓരോ കസ്റ്റമേഴ്സിന് അയക്കുമ്പോഴും വേറെ ഒന്നുമല്ല, ഫസ്റ്റ് കസ്റ്റമർ, സെക്കൻഡ് കസ്റ്റമർ, അങ്ങനെ പാക്കേജ് നമ്മൾ എടുത്ത് വെക്കും. എന്തായാലും അത് പാക്കേജിന്റെ പുറത്ത് നമ്മൾ എഴുതിയും വെക്കും കേട്ടോ. ഫസ്റ്റ് കസ്റ്റമർ, അല്ലെങ്കിൽ സെക്കൻഡ് കസ്റ്റമർ, തേർഡ് കസ്റ്റമർ, അങ്ങനെ നമ്മൾ എഴുതിയും വെക്കുന്നുണ്ടാവും. 100ാമത്തെ വരെ നമ്മൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. ഫ്രീ ഹോം ഡെലിവറി ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഫ്രീ ഷിപ്പിങ്. അങ്ങനെ ഇനിയിപ്പം സമയമില്ല, കടയിലോട്ട് പോകേണ്ട സ്ഥിതിയിലാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നല്ല തിരക്കിലായിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ മാക്സിമം ഇടും. ഷോർട്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ഇടാനായിട്ട്
ശ്രമിക്കും കേട്ടോ. കാരണം ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കടയിൽ നല്ല തിരക്കായിട്ട് നമ്മൾ ഓടി നടക്കേണ്ട സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇനി പർച്ചേസിങ്, ബില്ലടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനിടയ്ക്ക് നമ്മൾ നിങ്ങളുടെ അടുത്തോട്ടും നമ്മുടെ വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് ഓടി വരും കേട്ടോ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ ഏകദേശം 40,000 ഫോളോവേഴ്സ് ആയി വരും നമ്മുടെ ഫേസ്ബുക്കിൽ. അപ്പം അത് വീഡിയോസ് അല്ല, നമ്മുടെ ഷോർട്സ് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോസ് ഒന്നും അതിനകത്ത് അങ്ങനെ ഇടാറില്ല, ഇട്ട് തുടങ്ങണം. അപ്പം ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർ കുറേ പേര് കാണുന്നുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ഇല്ലാത്തവർ അവിടെ പോയി നോക്കണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി, ടാറ്റ. എല്ലാവരുടെയും പ്രാർത്ഥന കാര്യം പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നല്ലപോലെ അറിയാം. യെസ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, രാവിലത്തെ വൈകിട്ടാണ് കഴിച്ചത്. ഉച്ചക്കത്തെ ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഒത്തിരി താമസിച്ച് വന്നതുകൊണ്ട് താമസിച്ചാണ് എണീറ്റത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളോടൊക്കെ പോകാം. ടാറ്റ. എല്ലാവർക്കും ടാറ്റ, സുഖമായിട്ടിരിക്കും.